വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ മലപ്പുറം ആദവനാട് ഊരോത്തുംപള്ളിയാലിൽ 65 അടി താഴ്ചയിലുള്ള ക്വാറിയിലേക്ക് വീണ ആ ലോറി പുറത്തെടുത്തു. ലോറിക്കുള്ളിൽ ഒരാൾ കുടുങ്ങിയിരുന്നു. ലോറിയിൽ കുടുങ്ങിയ സഹായി മുസ്തഫയെ കണ്ടെത്താനായി മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. അപകട സമയത്ത് ലോറിയിൽ നിന്ന് പുറത്തേക്ക് ചാടിയ ഡ്രൈവർ ജാഫറിനെ നാട്ടുകാർ ഉടൻ തന്നെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ജിഷാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിഷാദ്, മണിക്കൂറുകൾ നീണ്ട ഒരു രക്ഷാപ്രവർത്തനമാണ്. ആ രക്ഷാദൗത്യത്തിനൊടുവിൽ എന്താണ് സാഹചര്യം? ലോറിയുടെ ക്യാബിൻ ഏതാണ്ട് തകർന്ന മട്ടിലാണെന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. ഈ മുസ്തഫയുടെ സാഹചര്യം എന്താണ്? എൽദോ, മലപ്പുറം ആദവനാട് ഊരോത്തുപള്ളിയിലാണ് കോറിയിലേക്ക് മറിഞ്ഞ ലോറിയിൽ നിന്നും പൂർണ്ണമായി ലോറി പുറത്തെടുത്ത് സഹായിയായ മുസ്തഫയെ പുറത്തെടുത്തു. അല്പസമയത്ത് മുമ്പ് തന്നെ പുറത്തെടുത്തെന്ന വിവരം പങ്കുവെക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം നടക്കുന്നത്. ഈ ലോറി അതായത് 60 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ലോറി മറിഞ്ഞ പാടന്നെ വെള്ളമുള്ള കോറിയായിരുന്നു. അതിലേക്ക് താഴ്ന്ന പാടെ തന്നെ ഈ മുസ്തഫ ഇതിനുള്ളിൽ അകപ്പെടുകയായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന ഡ്രൈവർ ചട്ടിപ്പറമ്പ് സ്വദേശി ജാഫർ നീന്തി രക്ഷപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തെ നാട്ടുകാർ ചേർന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ മുസ്തഫയെ പുറത്തെടുത്തു. മുസ്തഫയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചു. കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ബോഡി. നമ്മൾ സംഭവ സ്ഥലത്തും തന്നെ റിപ്പോർട്ടുകളും വിഷ്വൽസും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അപകടം നടന്ന് മണിക്കൂറുകൾ, അതായത് 1 മണിക്ക് നടന്ന അപകടം ഇപ്പോൾ 8:15 കൂടിയിട്ടാണ് ഈ മൃതദേഹം പുറത്തെടുക്കാൻ കഴിഞ്ഞത്. കാരണം ഫസ്റ്റ് ഘട്ടത്തിൽ റോപ്പ് ഉപയോഗിച്ച് വാഹനത്തെ പൊന്തിക്കാൻ ശ്രമിച്ചെങ്കിലും റോപ്പ് പൊട്ടിപ്പോകുന്ന അവസ്ഥ. പിന്നീട് 2 റോപ്പ് എത്തിച്ചായിരുന്നു ഈ അതായത് രക്ഷാപ്രവർത്തനം നടത്തിയത്. സ്കൂബ ഡൈവേഴ്സ് അടക്കം ഈ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയായിരുന്നു ഈ ലോറിയുടെ ക്യാബിൻ കുടുക്കി വാഹനം പൊന്തിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. സ്കൂബ ഡൈവേഴ്സിനടക്കം കാണാത്ത രൂപത്തിലായിരുന്നു. അതായത് വെള്ളത്തിൽ ഈ ഓയിലും ഡീസലും കലർന്നിട്ട് ഈ വെള്ളത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ലോറി പുറത്തെടുത്ത് മുസ്തഫയെ രക്ഷിച്ചു. മുസ്തഫയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ജിഷാദ്, ഈ ആ പാറമട ക്വാറിയിലെ ഒരുപാട് ആഴമാണ് തടസ്സമായി നിന്നത്. ഇത്രയും വൈകാനുള്ള സാഹചര്യം ഉണ്ടായത് അതോ രക്ഷാദൗത്യത്തിനുള്ള ഉപകരണങ്ങൾ ക്രെയിൻ ഉൾപ്പെടെയൊക്കെ എത്തിക്കുന്നതിൽ കാലതാമസം ഉണ്ടായോ ഏതെങ്കിലും സാഹചര്യത്തിൽ? എൽദോ, പ്രദേശത്ത് നിന്ന് വൈരങ്കോട് ഉത്സവം നടക്കുകയാണ്. ഉത്സവം നടക്കുന്നത് തന്നെ റോഡുകളെല്ലാം ബ്ലോക്ക് ആയിരുന്നു. ഈ ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത്. ഊരോത്തുപള്ളിയിൽ ഭാഗത്ത് കുത്തനെയുള്ള കയറ്റമായിരുന്നു. കുത്തനെയുള്ള കയറ്റത്തിൽ വാഹനത്തിന്റെ ടയർ പൊട്ടി ഈ വാഹനം 60 അടി താഴ്ചയിലേക്കുള്ള കോറിയിലേക്ക് പതിക്കുകയായിരുന്നു. വാഹനം പൂർണ്ണമായും മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് ഡ്രൈവർ നീന്തി രക്ഷപ്പെട്ടെങ്കിലും ഈ സഹായിയായ അതിനുള്ളിൽ അകപ്പെടുകയായിരുന്നു. അദ്ദേഹത്തെ പുറത്തെടുക്കാൻ പലതവണ ഫയർഫോഴ്സും അതുപോലെ തന്നെ സ്കൂബ ഡൈവേഴ്സും ശ്രമിച്ചെങ്കിലും അത് സാധ്യമായില്ല. ഫയർഫോഴ്സിന്റെ ആളുകൾക്കടക്കം പരിക്ക് പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായി. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം കഴിഞ്ഞു. ഈ ആളെ പുറത്തെടുത്തിട്ടുണ്ടെന്ന വിവരമാണ് നമുക്ക് ലഭ്യമാക്കാനുള്ളത്. എന്തായാലും ഈ മുസ്തഫയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം മണിക്കൂറുകളോളം ഈ വെള്ളത്തിൽ അകപ്പെട്ടു മുസ്തഫ. ശരി ജിഷാദ്, എന്നാലും അവിടെ ആദവനാട് വെള്ളത്തിൽ ക്വാറിയിലേക്ക് വീണ ലോറി പുറത്തെടുത്തു. ദൗർഭാഗ്യവശാൽ ക്ലീനർ മുസ്തഫയെ ജീവനോടെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. മുസ്തഫയുടെ മരണം സ്ഥിരീകരിച്ചു എന്നാണ് ജിഷാദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോറി ഡ്രൈവർ ഇപ്പോൾ ആശുപത്രി ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്നാലും അത്യന്തം ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. ലോറി ക്ലീനർ മുസ്തഫയുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ള റിപ്പോർട്ട്.